നമ്മൾ ഈ മീൻകുളത്തിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെടികൾ വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ വന്ന് ഇവിടെ ഈ റെഡ് പ്ലാന്റ് ഇതിനിങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിങ്ങനെ ഒന്നായിട്ട് ഉണ്ടായിട്ട് ഇങ്ങനെ വെട്ടി കട്ട് ചെയ്തിട്ടൊരു പച്ചയും റെഡും ആയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ഇതിൻ്റെ ചുറ്റുപാടുമാണ് വെക്കുന്നത് കേട്ടോ. ഈ കുളത്തിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ നമ്മളത് വെക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വേര് പിടിപ്പിച്ചിട്ട് ആവണതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ കൊടുന്ന് വെക്കുകയാണ് കേട്ടോ. ഫുള്ള് നമുക്ക് ഒറ്റ ട്രിപ്പ് വെക്കാൻ നമ്മളടുത്ത് ഇത് ഈ പ്ലാന്റുകളില്ല. അപ്പോൾ ഇതിപ്പോൾ പകുതി ഈ പച്ച പ്ലാന്റ് ഉണ്ട് പകുതി. ഇത് ഒരു കുറച്ചൊരു 8-10 തൈയും കൂടിയേ ഉള്ളൂ, അത് പിടിച്ച് വരുന്നുള്ളൂ. അപ്പോൾ അത് ആവണ മുറയ്ക്ക് നമ്മളിങ്ങനെ അത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മാറ്റി നട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ആമ്പൽ വിരിഞ്ഞ് ഇങ്ങനെ ചുങ്ങുണ്ട് കേട്ടോ. സമയം സന്ധ്യ ആവാനായല്ലോ. അപ്പോൾ ഇതിൽ അസോള ഉണ്ട് കേട്ടോ. അസോള കൃഷി ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ചെടിക്ക് ഒക്കെ ഇതിൽ ആമ്പൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുളത്തിൻ്റെ ചുറ്റുഭാഗം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയായിക്കാരം കേട്ടോ. ഈ 2 കളർ ഇങ്ങനെ ആയി വരുമ്പോഴേ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വേര് പിടിപ്പിച്ചിട്ട് വേര് പിടിപ്പിച്ച് വെച്ചതാണ്. ഓരോ ചെറിയ ഗ്ലാസ്സിൽ ഇങ്ങനെ വേര് പിടിപ്പിച്ച് ഒരു 10 ദിവസം കൊണ്ട് നല്ല വേര് പിടിച്ച് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അത് നല്ലൊരു ഒരടി താഴ്ത്തിയിട്ടിട്ട് കളച്ച് നല്ല പൊടിയൊക്കെ കല്ലൊക്കെ മാറ്റി നല്ല കളച്ച് മണ്ണ് ഉടച്ചിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒന്ന് ഷെയറും ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളുണ്ടെന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കൃഷി, പച്ചക്കറി കൃഷിൻ്റെയും ചെടീൻ്റെയും ഒരുപാട് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് കയറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെടീൻ്റെതാണെങ്കിലും പച്ചക്കറീൻ്റെ എല്ലാ വീഡിയോകളും ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.